എന്ന് പറയുകയാണ്. മറ്റു പ്രതികളെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാം പ്രതി എന്ന് പറയുകയാണ്. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി മറ്റു പ്രതികൾ സഹായികളല്ലേ, ഒന്നാം പ്രതിയാണ് പ്രധാന കുറ്റകൃത്യം നടത്തിയത് എന്ന് പറയുമ്പോൾ അതിലൊരു ശിക്ഷയിൽ വ്യത്യാസമുണ്ടാകുമെന്ന ആണോ, നമ്മൾ ആ നിഗമനത്തിലേക്ക് എത്തണമോ? ബലാത്സംഗം സുനി ഒറ്റയ്ക്ക് ചെയ്തതാണ് എന്നത് പറയുമ്പോൾ മറ്റു പ്രതികൾക്ക് കൂടി പങ്കുണ്ടാകുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ജോയിന്റൽ പ്രിൻസിപ്പൽ പ്രകാരം എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്? അനുജ, ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന വാദം. അതിൽ കോടതി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ 376D, അതായത് കൂട്ടബലാത്സംഗം തെളിഞ്ഞതാണ്, 120B ക്രിമിനൽ ഗൂഢാലോചന, അത് രണ്ടും തെളിഞ്ഞതാണ്. പക്ഷേ അപ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ പൾസർ സുനി ഒന്നാം പ്രതി എന്ന നിലയിലേക്കാണ് കോടതി അതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയാണ്. മറ്റു പ്രതികൾ അവർക്ക് അയാളെ പിന്തുണയ്ക്കുകയാണ്, ആ കുറ്റകൃത്യത്തിൽ അയാളോടൊപ്പം പങ്കെടുക്കുകയാണ് ചെയ്തത്. അതായത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, അതിൽ നമ്മൾ അനുജ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്, ഇതിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാരനായി നേരത്തെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് നടൻ ദിലീപിനെയാണ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യവും കൂടി ചേർത്ത് വെച്ച് വേണം നമ്മൾ ഇപ്പോൾ കോടതി നടക്കുന്ന വാദങ്ങളെ വിലയിരുത്തേണ്ടത്. അതായത് നേരത്തെ എന്താണ് പ്രോസിക്യൂഷന്റെ കേസ്? ആ പ്രോസിക്യൂഷന്റെ കേസിന്റെ കേന്ദ്രബിന്ദു, അതായത് അതിന്റെ നടുവിൽ നടൻ ദിലീപായിരുന്നു, 8ാം പ്രതി ദിലീപായിരുന്നു. ദിലീപിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ഗൂഢാലോചന മുന്നോട്ട് പോയത് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇതാ ഇവിടെ കോടതി ചൂണ്ടിക്കാട്ടുന്നത് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിലീപിനെ ആ നടുക്കളത്തിൽ നിന്ന് കോടതി മാറ്റിവെക്കുകയാണ്. പകരം അവിടേക്ക് കൊണ്ടുവരുന്നത് പൾസർ സുനിയാണ്. പൾസർ സുനിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു ഗൂഢാലോചന നടത്തി എന്നതാണ് കോടതിയുടെ നിഗമനം. അതാണ് കോടതി ഇവിടെ ഈ ജഡ്ജ്മെന്റിൽ, അതായത് ഈ ശിക്ഷാവിധിയിലും അന്തിമ ഉത്തരവിലും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്.